നമസ്കാരം. ഫെബ്രുവരി മാസഫലത്തിൽ വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ രാശിക്കാർക്ക് നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ധനലാഭം ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ധനം സേവ് ചെയ്യുവാൻ വേണ്ടി അനാവശ്യമായുള്ള ചിലവുകൾ കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഈയൊരു മാസത്തിൽ വളരെ അധികം തിരക്കുകൾ അനുഭവിക്കുന്ന ഒരു മാസമായിരിക്കും. കാരണം ജോലി സംബന്ധമായിട്ട് തിരക്കുകൾ കൂടുതൽ, ഓവറായിട്ട് ജോലി ഭാരം കൂടുതലായി വരിക. വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നേട്ടവും വിജയവും ഉണ്ടാകും, എന്നാൽ ജോലി ഭാരം കൂടുതലുമായിരിക്കും. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ടാകുന്ന ഒരു മാസം തന്നെയാണ്. ഭാവിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇപ്പോഴേ ഈ ഒരു മാസത്തിൽ ഓരോ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, എനിക്ക് ഭാവിയിൽ ഇന്ന് ജോലി വേണം എന്ന് പറഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. അഭിപ്രായ വ്യത്യാസം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറുകയും സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. വിവാഹം നടക്കാതെ വിവാഹ സംബന്ധമായി തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ വിവാഹ തടസ്സങ്ങൾ മാറുകയും നിങ്ങൾക്ക് വിവാഹ ആലോചനകൾ വരികയും അല്ലെങ്കിൽ ഒരു നിശ്ചയത്തിലൂടെ എൻഗേജ്മെൻറ്റിലോട്ടൊക്കെ പോയി നിൽക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ നിങ്ങളുടെ ജീവിത പങ്കാളിയായി ലഭിക്കുന്ന ഒരു മാസമായിരിക്കും. സന്താനമില്ലാതെ വിഷമിച്ച ദമ്പതികൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു മാസം തന്നെയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് പുതിയ അനുഭവങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ചുറ്റും നല്ല വാർത്തകൾ പടരും. സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾ ജോലി തേടി അലയുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും. ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ ചിട്ടിയിലൊക്കെ ചേർന്നിട്ടുള്ള നറുക്കിലൊക്കെ ചേർന്നിട്ടുള്ള വ്യക്തികൾക്ക് കുറി എന്തെങ്കിലും ഇങ്ങനെ കിട്ടാനും അല്ലെങ്കിൽ അതിൽ സമ്മാനം ലഭിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു മാസമായിരിക്കും. നിങ്ങൾ പരസ്പരം കൂടുതൽ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ, അതായത് നിങ്ങളുടെ ജീവിത പങ്കാളികളുമായി, അതായത് കുടുംബത്തിൽ കഴിയുന്ന വ്യക്തികൾ പരസ്പരം അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോയാൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അത് സ്വയം അതിനെ ചികിത്സിക്കാതെ നടക്കുന്ന വ്യക്തികളാണ്. അതാണ് പറഞ്ഞത്, പരസ്പരം അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഭാര്യയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഭർത്താവ് ശ്രദ്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അവർ പറയും കുഴപ്പമില്ല, മാറിക്കൊള്ളും എന്ന് പറയുമ്പോൾ അത് ഭാവിയിൽ വലിയ അസുഖങ്ങളോട്ട് പോകാൻ സാധ്യതയുണ്ട്. തിരിച്ച് ഭർത്താവിൻ്റെ കാര്യത്തിലായാലും ശരി, ജോലി സംബന്ധമായ ബുദ്ധിമുട്ട് കാരണം അവരെല്ലാം പിന്നെ പോകാമെന്ന് പറയും മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് മറ്റൊരാളുടെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ, നമ്മൾ നിർബന്ധിച്ചാൽ മാത്രമേ ഈ വ്യക്തികൾ ഹോസ്പിറ്റലിൽ പോവുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലെല്ലാം വളരെ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. അലർജി പോലുള്ള അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അലർജി പോലുള്ള അസുഖങ്ങൾ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നു അത്രത്തോളം ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രതീക്ഷകളാണ് ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകളും അതല്ലെങ്കിൽ വിഷമങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സന്തോഷിക്കുവാനും സുഖകരമായി ജീവിക്കുവാനും സാധിക്കും.
അപ്പോൾ ചില വ്യക്തികളുണ്ട്, അവർക്ക് ജോലിയിലൊരു പ്രതീക്ഷയായിരിക്കും, അല്ലെങ്കിൽ പഠിത്തത്തിൽ മാർക്കിലൊരു പ്രതീക്ഷ. അപ്പോൾ അതല്പം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിരാശയാണ്. പക്ഷേ കൂടെ നിൽക്കുന്ന ആൾക്ക് അതുപോലും കാണില്ല, അയാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ അനാവശ്യമായുള്ള പ്രതീക്ഷകൾ കുറച്ചാൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു മാസത്തിൽ നിങ്ങൾ സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക, നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ആയില്യമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നൂറുംപാലം നടത്താം, ആയില്യ പൂജ നടത്താം, സർപ്പദൈവങ്ങൾക്ക് പാൽപ്പായസ വഴിപാട് നടത്താം. അവരുടെ അഭിഷേകത്തിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി, ഇളനീര്, പാല്, പനിനീർ, എന്ത് വേണമെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ സന്തോഷകരമായ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കും.